Hi students, welcome to EduPlus. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ചാപ്റ്ററാണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ പ്ലാന്റ്. ഇത് നിങ്ങൾ നോർമലി കേട്ടിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയായിരിക്കും. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ആനിമലിലും കേട്ടിട്ടുണ്ടാവും, പ്ലാന്റിലും കേട്ടിട്ടുണ്ടാവും. അപ്പം അതിനെക്കുറിച്ച് കുറച്ചും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് ഓർമ്മയൊക്കെ വെച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചാപ്റ്റർ ഉള്ളത്. ഇത് ഇത്ര വലിയ കാര്യമൊന്നുമില്ല, ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്, ഈസിയാണ്, നല്ലതാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്കിത് നല്ല എളുപ്പമായിരിക്കും. അപ്പം എന്താണ് ഈ ഡെവലപ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഒരു ഓർഗാനിസം ചെറുതായിരിക്കുന്ന ഒരു ഓർഗാനിസം കുറച്ച് കഴിയുമ്പോൾ എന്താവും, വലുതാവും. ഈ ചെറുതെന്ന് വലുതാവുന്ന ആ പ്രോസസ്സിന് എന്ത് നമുക്ക് പറയാം? ഗ്രോത്ത് എന്ന് പറയാം, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയാം. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പണ്ടൊക്കെ ചെറിയ കുട്ടിയായിരുന്നില്ലേ, ചെറിയ കുട്ടിയായിരുന്ന ഞാൻ ഡെവലപ്പ് ചെയ്ത് ഗ്രോത്തൊക്കെ നടന്ന് ഞാനിപ്പോൾ ഒരു വലിയ ആളായി. അപ്പം അതെന്ന് പറഞ്ഞാൽ എല്ലാ ഓർഗാനിസത്തിനും ഗ്രോത്ത് നടക്കുന്നുണ്ട്. ഗ്രോത്ത് ആനിമൽസിന് മാത്രമല്ല പ്ലാന്റ്സിനും നടക്കുന്നുണ്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. എവറി ലിവിങ് ഓർഗാനിസത്തിനും എന്ത് ഗ്രോത്ത് നടക്കും. അപ്പോൾ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഓർഗാനിസത്തിൽ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻഡിക്കേഷൻ എന്താ? ഇപ്പോൾ ഒരു ഓർഗാനിസം ചെറുതായിരുന്ന സമയത്ത് അവരുടെ സെൽ സൈസും ഓർഗൻ സൈസും എല്ലാം ചെറുതായിരിക്കും. അത് കുറച്ച് കഴിയുമ്പോൾ അവർ വലുതാകുമ്പോൾ എന്ത് ചെയ്യും? അവരുടെ സൈസ് ഓഫ് ദ സെല്ല് കൂടും, അതിന് നമ്പർ കൂടും, പിന്നെന്താ ഓർഗൻസിൻ്റെ സൈസ് കൂടും, അവർ വോൾ ഓർഗാനിസം വലുതാവും. മീൻസ് വോൾ ഓർഗാനിസം തന്നെ വലിയൊരു ആളായിട്ട് മാറും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് സയൻറ്റിഫിക്കലി പറയുന്നത്. ഓക്കെ, ഇനി ഈ ഗ്രോത്തിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഓർ ഡെവലപ്മെൻറ്റിനെ രണ്ടായി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഏതാണ്? ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ആളെ രണ്ടായി ഡിവൈഡ് ചെയ്യും. ഏതാണ്? മോർഫോജെനസിസും ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഡിഫറൻസിയേഷനും ഉണ്ട്. ഈ മോർഫോജെനസിസ് എന്താണെന്നറിയോ നിങ്ങൾക്ക്? മോർഫോജെനസിസ് ഒന്നുമില്ല, മെറ്റമോർഫോസിസ് കേട്ടിട്ടുണ്ടോ? മെറ്റാമോർഫോസിസ് സംഭവം എന്താണെന്നറിയോ? നമുക്കൊരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഈ ശ്രിമ്പ്, ഈ ശ്രിമ്പിൻ്റെ മലയാളം എന്താ ഇപ്പോൾ പറയുക? ചെമ്മീനൊക്കെ ഇല്ലേ, ഈ ചെമ്മീനും ഈ ചെമ്മീൻ്റെ സ്ട്രക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? ഇങ്ങനെ ഔട്ടർ മോസ്റ്റ് ആയിട്ട് അവർക്കൊരു എന്തുണ്ടാവും, നല്ലൊരു കട്ടിയിലൊരു ഇതുണ്ടാവും, എന്താ പറയുക, എക്സോസ്കെൽട്ടൻ ഉണ്ടാകും. ഈ എക്സോസ്കെൽട്ടൻ ഉണ്ടാവും, പിന്നെ 2 വാലൊക്കെ ഉണ്ടാവും, കണ്ണൊക്കെ ഉണ്ടാവും. ഇങ്ങനെയല്ലേ ശ്രിമ്പ് ഉണ്ടാവുക. ഈ ശ്രിമ്പിൻ്റെ പുറത്തുള്ള എക്സോസ്കെൽട്ടൻ എന്ന് പറയണത് എന്താണ്? ഭയങ്കര ഹാർഡാണ്. അപ്പോൾ ഇവർ വലുതാവുക, അവർ ലാർജർ ആവണം എന്നുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യും? അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതിന്ന് ആ ശ്രിമ്പ് ഇറങ്ങി വരും. പൊട്ടിച്ചിട്ട് എക്സോസ്കെൽട്ടൻ പൊട്ടിച്ചിട്ട് അവരെന്ത് ചെയ്യും? ഇറങ്ങി വരും. ഇറങ്ങി വന്നിട്ട് അവരെന്ത് ചെയ്യും? പിന്നെ കുറച്ചും ഗ്രാജുവലി ആണ് അവരെ ബോഡിയിൽ നിന്ന് ഇതിപ്പോൾ ശ്രിമ്പാണെങ്കിൽ ഈ ശ്രിമ്പ് ഗ്രാജുവലി അവരുടെ ബോഡിയിൽ ഉണ്ടാക്കും? എക്സോസ്കെൽട്ടൻ ഉണ്ടാക്കിയിട്ടാണ് അവർ വലുതാവുന്നത്. അപ്പോൾ മെറ്റമോർഫോസിസ് ഒന്നുമില്ല. നിങ്ങൾക്കറിയാം, ഈ ഫ്രോഗിൻ്റെ കുറേ മുട്ടകൾ ഇട്ട് കഴിഞ്ഞാൽ ഫ്രോഗ് കുറച്ച് കഴിഞ്ഞാൽ എന്താകും? ടാഡ്പോൾ ആകും എന്നറിയില്ല, ഇങ്ങനെ ടാഡ്പോൾ പോലത്തെ സ്ട്രക്ചറാവും. അത് പിന്നെ എന്താവും? ഫ്രോഗായിട്ട് മാറും, കാലൊക്കെയുള്ള ഒരു ഫ്രോഗായിട്ട് മാറും. ഇതിനെയാണ് മെറ്റമോർഫോസിസ്. അതൊന്നും ഒന്നുമില്ല, ഒരു ഓർഗാനിസം വലുതാവുക എന്ന് പറയുന്നത് കുറച്ച് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് നടന്നിട്ടാണ്. അതിനാണ് നമ്മൾ മെറ്റമോർഫോസിസ് എന്ന് പറയുന്നത്. അതേപോലെ ഒരു പ്രോസസ്സാണ് മോർഫോജെനസിസ്. അത് പറഞ്ഞാൽ അവരുടെ ഷേപ്പും സ്ട്രക്ചറും, ആ ഓർഗാനിസത്തിൻ്റെ ഷേപ്പും സ്ട്രക്ചറും മാറുന്നതിന് പരിപാടിയാണ് മോർഫോജെനസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒന്നാണ് ഡിഫറൻസിയേഷൻ. ഡിഫറൻസിയേഷൻ എന്താ സംഭവിക്കുക? ഡിഫറൻസിയേഷൻ നടക്കുന്നത് ഈ സെൽസ്, ടിഷ്യൂ, ഓർഗനിന് മാത്രമേ നടക്കുകയുള്ളൂ ഡിഫറൻസിയേഷൻ. അപ്പം ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതാണ് മോർഫോജെനസിസും ഡിഫറൻസിയേഷനും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് പറയാൻ പോകുന്നത് സ്റ്റേജസ് ഓഫ് സെല്ലുലാർ ഗ്രോത്ത്. ഏതൊക്കെ സ്റ്റേജസാണ് ഉള്ളത് സെല്ലുലാർ ഗ്രോത്തിന് അറിയോ? അത് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ ഇപ്പോൾ പറഞ്ഞു തരിക. അതാ, ഇതൊരു സെല്ല്. ഈ സെല്ല് വലുതാവുന്നതിന് എന്ത് പറയും? നമ്മൾ മെച്ചുവറായി വലുതായി എന്ന് പറയും. വലുതായി കഴിഞ്ഞാലല്ലേ അവർ ഡിവിഷനിലേക്ക് പോവുക. ഇതിനെ സെൽ ഡിഫറൻസിയേഷൻ, ഡിവിഷൻ എന്ന് പറയും. ഓക്കെ, അപ്പം ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽ ഡിവിഷൻ നടന്നിട്ടാണ് ഈ സെല്ല് ഉണ്ടായത്. ഏതോ ഒരു സെല്ല് ഇതേപോലെ വലുതായി, എന്നിട്ട് എന്ത് ചെയ്തു? 2 ആയതിൻ്റെ ഈ ഒരു സെല്ലിലെ ഒരു സെല്ലിനെയാണ് ഞാനിപ്പോൾ വരച്ചതെന്ന് വിചാരിച്ചോ. ഈ സെല്ല് വലുതാവുന്നതിന് നമ്മൾ എന്ത് പറയും? സെൽ എൻലാർജ്മെൻറ്റ് എന്ന് പറയും. ഓക്കെ, ദിസ് ഈസ് കോൾഡ് എ സെൽ എൻലാർജ്മെൻറ്റ്. ഈ സെൽ എൻലാർജ്മെൻറ്റ് നടന്നിട്ടുള്ള ഈ സംഭവം എന്ത് ചെയ്യും? പിന്നെ ഡിവിഷൻ നടക്കും. ഡിവിഷൻ നടന്നിട്ട് അവരെന്ത് ചെയ്യും? ഡിഫറൻസിയേഷൻ കാണിക്കും. ഈ ഒരു സ്റ്റെപ്പാണ് സെല്ലുലാർ സ്റ്റേജസിൽ കാണുന്നുണ്ടാവുക. അപ്പോൾ സ്റ്റേജസ് ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ ഓർ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽ ഡിവിഷൻ, സെൽ എൻലാർജ്മെൻറ്റ്, സെൽ ഡിഫറൻസിയേഷൻ ആണ്. ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈറ്റോസിസ് ആണ്. എപ്പോഴും ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് 2 ആവും. ഇത് കണ്ടോ, 1, 2 ആവുന്നതിനെയാണ് സെൽ ഡിവിഷൻ എന്ന് പറയുന്നത്. സെൽ എൻലാർജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ സെല്ലിൻ്റെ സൈസ് കൂടും. അത് പറഞ്ഞാൽ ഓർഗനലൈസ് ഒക്കെ കൂടും, സൈറ്റോപ്ലാസം ഒക്കെ കൂടും. അതിനെയാണ് നമ്മൾ സെൽ എൻലാർജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സെൽ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, അവർ ഒരു പെർട്ടിക്കുലർ ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി തയ്യാറെടുത്തു.
ഇനി അവർക്ക് ഡിവിഷൻ്റെ കപ്പബിലിറ്റി ഒന്നുമില്ല, അവർ ആ ഒരു ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെൽ ഡിഫറൻഷിയേഷൻ. അതൊരു ടിഷ്യൂ ആയി മാറുന്നവരെയാണ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ സെല്ലുലാർ ഗ്രോത്തിൻ്റെ സ്റ്റേജസ് എന്ന് പറയുന്നത്. സെറ്റല്ലേ? ഇനിയാണ് ഗ്രോത്ത് കർവ്. എന്താണ് ഗ്രോത്ത് കർവിനെ പറ്റി അറിയുന്നത്? അറിയോ ഗ്രോത്ത് കർവ് എന്താ? ഗ്രോത്ത് കർവ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഗ്രോത്ത് കർവ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിസം ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അത് പോയി. ഓക്കെ, ഒരു ഓർഗാനിസം ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരുടെ സ്റ്റേജ് നമുക്കിങ്ങനെ മാർക്ക് ചെയ്യാം. ആദ്യം നമ്മൾ ചെറുതായിരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയല്ലേ ഗ്രോത്ത് ഉണ്ടാവുക. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യാൻ തുടങ്ങി. പിന്നെ എന്ത് ചെയ്തു, കുറച്ച് കഴിഞ്ഞപ്പോൾ ഡെത്ത് ഉണ്ടായി. ഇതാണ് ഗ്രോത്ത് കർവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പിക്ചറിൽ നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആകും. ഇതാ പ്ലാന്റിൻ്റെ ഗ്രോത്ത് കർവാണ് ഇതിൽ കാണിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇത് കണ്ടോ, ആദ്യം സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ കുറച്ച് സമയം വേണം. മണ്ണിലിരുന്ന് അതിൻ്റെ കണ്ടീഷൻസൊക്കെ കിട്ടിയിട്ട് വേണം അതുണ്ടാവാൻ, ജെർമിനേറ്റ് ചെയ്യാൻ. അപ്പോൾ ആദ്യം സീഡ് ജെർമിനേറ്റ് ചെയ്യുന്നു. സ്ലോ ഗ്രോത്ത് ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. അങ്ങനെ സ്ലോ ഗ്രോത്ത് നടക്കുന്ന ആ ഫേസിനെ നമ്മൾ ലാഗ് ഫേസ് എന്നാണ് വിളിക്കുക. ഭയങ്കര ലാഗ് ആയിരിക്കും അവരുണ്ടാകാൻ വേണ്ടിയിട്ട്. അതിനെ നമ്മൾ ലാഗ് ഫേസ് എന്ന് വിളിക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നതെന്നാൽ കുറച്ച് കഴിയുമ്പോൾ എല്ലാ ന്യൂട്രിയൻസും മിനറൽസ് എല്ലാം കിട്ടിക്കഴിയുമ്പോൾ ഇവർ റാപ്പിഡ്ലി അങ്ങോട്ട് ഗ്രോ ചെയ്യും. ഈ റാപ്പിഡ്ലി ഗ്രോ ചെയ്യുന്ന ഇതിനെ നമ്മൾ എന്താ പറയുക, ലോഗ് ഫേസ് എന്ന് പറയും. ഈ ലോഗ് ഫേസ് റാപ്പിഡ്ലി ഗ്രോ ചെയ്തിട്ട് ഇവരെന്ത് ചെയ്യും, കുറേ കഴിഞ്ഞ് ഗ്രോ ഒക്കെ ചെയ്ത് അവർ ഫ്രൂട്ട്സൊക്കെ തന്ന് വളർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം അവർ ഡെത്തിലെത്തും. ഈ ഡെത്ത് എന്ന് പറയുന്നത് പിന്നെ ഒരു സ്റ്റേഷനറി സ്റ്റേജാണ്. അതിനെ നമ്മൾ സ്റ്റേഷനറി എന്ന് വിളിക്കുക. അവിടെ ഗ്രോത്ത് ഒന്നും ഉണ്ടാവാണ്ട് സ്റ്റേഷനറി ആയിരിക്കും. ഫ്രൂട്ടും ലീഫും ഒക്കെ ലോസായിട്ട് അവർ മരിച്ചു പോകും. അതിനെയാണ് നമ്മൾ ഗ്രോത്ത് കർവിൽ 3 സ്റ്റേജസ് ആണുള്ളത്. അത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ലാഗ് ഫേസ്, ലോഗ് ഫേസ്, സ്റ്റേഷനറി ഫേസ്. ലാഗ് ഫേസ് എപ്പോഴും സ്ലോ ആയിരിക്കും. ഭയങ്കര സ്ലോ ആയിട്ടാണ് സീഡ്സിൻ്റെ കേസിൽ. നമ്മുടെ കേസിൽ നമ്മൾ ജെർമിനേറ്റ് ചെയ്യാൻ ഭയങ്കര സ്ലോ. നമ്മൾ ജെർമിനേറ്റ് ചെയ്യലേ നമ്മൾ വളരുന്നത് സ്ലോ ആയിട്ടായിരിക്കും. സ്ലോ ആയി അവരെന്ത് ചെയ്യും, ലോഗ് ഫേസ് കയറും. ലോഗ് ഫേസ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, റാപ്പിഡായിട്ട് ഗ്രോ ചെയ്യും. റാപ്പിഡ് ഗ്രോത്ത് നടന്ന് അവരെന്ത് ചെയ്യും, അവസാനം ഡെത്തിലേക്ക് എത്തും. ഡെത്തിൻ്റെ സമയത്ത് ഗ്രോത്ത് ഒന്നും നടക്കില്ല. അവസാനം അവരുടെ ലീഫും ഫ്രൂട്ടും എല്ലാം നശിച്ചു പോവുകയാണ് ചെയ്യുക. അതാണ് ഗ്രോത്ത് കർവ് പറയുക. ഇതിന് നമ്മളൊരു സിഗ്മോയിഡ് കർവ് എന്ന് പറയും. ഒരു എസ് എഴുതുന്ന പോലെയില്ലേ, എസ്സിൻ്റെ ഒരു കഷ്ണം കണ്ടില്ലേ, ഇങ്ങനൊരു കഷ്ണം എഴുതുന്ന പോലെയില്ലേ എസ്. ഇതിനെ നമ്മൾ സിഗ്മോയിഡ് എന്ന് വിളിക്കും. എസ്സിന് കുറച്ച് വളച്ചെഴുതണം കേട്ടോ. ഇതിനെ നമ്മൾ സിഗ്മോയിഡ് കർവ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഗ്രോത്ത് കർവ് എപ്പോഴും ഇൻഡിക്കേറ്റ് ചെയ്യുക ഇൻ ദ ഫോം ഓഫ് സിഗ്മോയിഡ് കർവ്സിലാണ്. അതൊന്ന് ഓർത്ത് വെക്കണം. ഇനി ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പ്ലാന്റ് ഗ്രോത്ത്. എന്തൊക്കെ കാര്യങ്ങളാണ് പ്ലാന്റിൻ്റെ ഗ്രോത്തിനെ എഫക്റ്റ് ചെയ്യുക? എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഉണ്ട്, ഇൻറ്റേർണൽ ഫാക്ടേഴ്സും ഉണ്ട്. എന്താണ് ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്? എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ചെടി, ആ ചെടി ജെർമിനേറ്റ് ചെയ്യണം. പ്യൂമ്യൂളും ഉണ്ടാക്കും, എന്തുണ്ടാക്കും, റാഡിക്കിളും ഉണ്ടാക്കും. റാഡിക്കിൾ കൂടെയല്ലേ ലീഫൊക്കെ ഉണ്ടായി വരുന്നത്. അപ്പം ഈ ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യണം, മണ്ണിൻ്റെ അടിയിൽ നിന്ന് ജെർമിനേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് കണ്ടീഷൻസ് വേണം. ആ കണ്ടീഷൻസ് സ്യൂട്ടബിൾ ആയാൽ മാത്രമേ അവരെന്തുണ്ടാക്കുള്ളൂ, നമ്മൾ സീഡ് ജെർമിനേറ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ സോയിലെങ്കിൽ ഈ സോയിലിനകത്തിരിക്കുന്ന ഈ സീഡിനെന്ന് പറഞ്ഞാൽ നോർമലായിട്ട് വേണ്ട എല്ലാ കണ്ടീഷൻസും വേണം. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ലൈറ്റ് കിട്ടണം, സൂര്യൻ്റെ വെളിച്ചം കിട്ടുകയാണെങ്കിൽ വേഗം ചെടി വളരും ഇല്ലേ. അതേപോലെ തന്നെ സൂര്യൻ്റെ ടെമ്പറേച്ചർ ആക്യുറേറ്റ് ആവണം. പിന്നെ നമുക്ക് എന്ത് കിട്ടണം, വാട്ടർ കിട്ടണം. വെള്ളം ഒഴിച്ച് ആരെങ്കിലും കൊടുക്കുക, അല്ലെങ്കിൽ റിവർ സോഴ്സിൽ നിന്ന് വെള്ളം കിട്ടുകയോ ചെയ്താൽ മതി. പിന്നെ ഈ സോയിലിൽ എന്ത് വേണം, മിനറൽസ് വേണം. Na+, നൈട്രജൻ, സിങ്ക്, കോപ്പർ, അങ്ങനത്തെ കുറച്ച് ന്യൂട്രിയൻസും ഉണ്ടെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യും, നല്ലോണം വളരാൻ പറ്റും. ഇത്രയും എക്സ്റ്റേണൽ കാര്യങ്ങളാണ് അവർക്ക് വേണ്ടത്. ഓക്കെ, അത് ഇതിൻ്റെ കേസാണ് എക്സ്റ്റേണൽ. ഇനി ഇൻറ്റേർണലായിട്ട് അവർക്ക് എന്താ വേണ്ടത് അറിയോ? ഇൻറ്റേർണലി ഒരു പ്ലാന്റ് ഗ്ലോ ചെയ്യണമെന്നുണ്ട്, ഒരു പ്ലാന്റ് നന്നായി വളരണം എന്നുണ്ട്. എക്സ്റ്റേണലിൽ എല്ലാ ഫാക്ടറും കിട്ടി, പക്ഷേ പ്ലാന്റ് വളരുന്നില്ല. കാരണം ഇൻറ്റേർണൽ ഫാക്ടർ കുറവാണെങ്കിലാണ്. ഇൻറ്റേർണൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് 4 ആൾക്കാരുള്ളത്. ഓക്സിൻ ഉണ്ട്, ഗിപ്പർലിൻ, സൈറ്റോകൈനിൻ ഉണ്ട്, അബ്സിസിക് ആസിഡ് ഉണ്ട്, എത്തിലീൻ ഉണ്ട്. ഓക്കെ, ഇത്ര 5 കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിനെപ്പറ്റി നമുക്ക് പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിൻ എന്ന് പറയുന്ന ആളെ പറ്റി എവിടെയും കേട്ടിട്ടുണ്ടോ? നമ്മൾ പറയും ഓക്സിൻ എന്ന് പറയുന്ന ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് കാണാമെന്നറിയോ? ഇത് നമ്മളുടെ ഒരു സ്റ്റെമ്മാണെങ്കിൽ ഈ സ്റ്റെമ്മിൻ്റെ ടിപ്പിൽ കാണുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുക, ഓക്സിൻ എന്ന് പറയുക. ഇവിടെ കാണുന്ന ടിപ്പിലുണ്ടാകുന്ന ആൾക്കാരാണ്. അതിന് നമ്മൾ ഓക്സിൻ എന്ന് വിളിക്കും. ഓക്സിൻ. ഓക്കെ, ഈ ഓക്സിൻ ഉണ്ടെങ്കിലാണ് എന്ത് ചെയ്യുക, അവരെന്ത് ചെയ്യും, സൂര്യൻ്റെ അടുത്തേക്ക് ഈ ഓക്സിൻ മോളിക്യൂൾസ് ബെൻഡ് ചെയ്യും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മതി. ഫോട്ടോട്രോപ്പിസം അറിയില്ലേ? ഫോട്ടോട്രോപ്പിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈറ്റിനനുസരിച്ച് പ്ലാന്റ് മൂവ് ചെയ്യുന്നതിനാണ് ഫോട്ടോട്രോപ്പിസം എന്ന് പറയുന്നത്. അപ്പം ഇവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റെമ്മിൻ്റെ ടിപ്പ് ലൈറ്റിനനുസരിച്ച് ബെൻഡ് ചെയ്യുന്നത് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിൻ ആണ്. അപ്പോൾ ഓക്സിൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റെമ്മും
അതേപോലെ തന്നെ റൂട്ടും ഗ്രോ ചെയ്യും ഭയങ്കര ഫാസ്റ്റ്ലി. അവരുടെ ടിപ്പ് വേഗം ഗ്രോ ചെയ്യും. അപ്പോൾ സ്റ്റെമ്മും റൂട്ടും ഗ്രോ ചെയ്യുന്നില്ല എന്ന് അർത്ഥമാണെങ്കിൽ അവിടെ ഓക്സിജൻ ഇല്ല എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി രണ്ടാമത്തെ ആളാണ് നമ്മളുടെ ഗിബറലിൻസ് എന്ന് പറയുന്ന ആൾ. ഗിബറലിൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഈ ഓക്സിജനും ഗിബറലിനും കൂടെ ചേർന്നിട്ടാണ്, ഓക്സിജൻ പ്ലസ് ഗിബറലിൻ ചേർന്നിട്ടാണ് നമുക്ക് എക്സ്പാൻഷൻ നടത്തുന്നത്. അപ്പോൾ സെല്ലൊക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നന്നായിട്ട് വളരും. ഇവരും ഗ്രോത്തിന് ഭയങ്കരമായിട്ട് ഉണ്ടാകുന്ന ആൾക്കാരാണ്. ലെങ്ത്ത് കൂട്ടുക എന്നുള്ളതാണ് ഇവരുടെ ഒരു മേജർ പരിപാടി. ഓക്കെ, അതാണ് ഗിബറലിൻ. ഇനി അടുത്ത ആളാണ് നമ്മളുടെ സൈറ്റോകൈനിൻ. ഈ സൈറ്റോകൈനിനെ അറിയോ? സൈറ്റോകൈനിൻ എന്താ പറയുക, സെൽ ഡിവിഷൻ നടത്തുന്ന ആളാണ്. സെൽ ഡിവിഷൻ ഇനീഷ്യേറ്റ് ചെയ്യും, സെല്ല് വളരാൻ, സെല്ലിൻ്റെ ഗ്രോത്ത് നടത്തും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് സൈറ്റോകൈനിൻ. അപ്പോൾ C4C എന്ന് ആലോചിച്ചാൽ മതി, സെൽ ഡിവിഷൻ, സെൽ ഗ്രോത്ത് എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, ഇനി ലാസ്റ്റ് ഒരാളും കൂടിയുണ്ട്, എത്തിലീൻ. എത്തിലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, റൈപ്പനിങ് ഹോർമോണാണ്. ഈ റൈപ്പനിങ് ഹോർമോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതിനർത്ഥം എന്താ, നമ്മൾക്കിപ്പോൾ ഏതെങ്കിലും ഒരു ഫ്രൂട്ട്, ഈ ഫ്രൂട്ടിനെ ഒന്ന് പഴുപ്പിക്കണം, മാങ്ങ പഴുപ്പിക്കാൻ വെക്കും, അതേപോലെ തന്നെ പഴം പഴുപ്പിക്കാനൊക്കെ നമ്മൾ വെക്കില്ലേ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പഴുക്കുന്നതിൻ്റെ റീസൺ അവരിൽ എത്തിലീൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. ഈ എത്തിലീൻ എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ മാത്രമാണ് ഏതൊരു ഫ്രൂട്ടും റൈപ്പൻ ചെയ്യുന്നത്. അപ്പോൾ റൈപ്പനിങ് ഹോർമോണാണ് എത്തിലീൻ എന്ന് നിങ്ങൾ ആലോചിച്ച് വെക്കണം. ഓക്കെ, ഇനി എന്താണ് എബ്സിസിക് ആസിഡ്? എബ്സിസിക് ആസിഡ് എന്താണ്? എബ്സിസിക് ആസിഡിനെ പറ്റി അറിയോ? എബ്സിസിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഡോർമെൻസി ഹോർമോണാണ്. ഡോർമെൻസി ഹോർമോൺ എന്ന് പറഞ്ഞാൽ എന്താ? ഡോർമെൻസി പറഞ്ഞാൽ എന്താ? ഞാനൊരു എക്സാമ്പിൾ പറയാം. ചില സീഡുകൾ കുറേ കാലം നമ്മൾ മണ്ണിൽ വെച്ചാലും കുറേ കഴിഞ്ഞിട്ടേ വളരുള്ളൂ. അത് പറഞ്ഞാൽ അവർ ഡോർമെൻ്റ് ആയിരിക്കും. അവർക്ക് വേണ്ട എൻവയറമെൻറ്റൽ കണ്ടീഷൻസ് വരുന്ന സമയത്ത് മാത്രമേ അവർ പൊട്ടി മുളയ്ക്കത്തുള്ളൂ. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ ബാംബു നിങ്ങൾ കണ്ടിട്ടില്ലേ? ബാംബു ട്രീ. ബാംബു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അതിൻ്റെ പേരെന്താണ്, അതിൻ്റെ പേരെന്തായിരുന്നു, ബാംബു. മലയാളം എനിക്ക് കിട്ടുന്നില്ല കേട്ടോ. ആ ബാംബു ട്രീനെ നോക്കുന്ന സമയത്ത് ഇതൊരു 8 കൊല്ലം സീഡായിട്ട് തന്നെ നമ്മൾ കുഴിച്ചിട്ടാൽ 8 കൊല്ലം വരെ മൂപ്പരാൾ എണീക്ക പോലുമില്ല. അതിൻ്റെ അടിയിൽ ഇങ്ങനെ എന്താകും, ബെൻഡ് ചെയ്ത് സോയിലുള്ളിൽ തന്നെ കിടക്കും. എന്നിട്ട് കുറച്ച് കാലം കഴിഞ്ഞ് അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ വന്നു എന്നറിയുമ്പം ഇവരെന്ത് ചെയ്യും, മുളച്ചിങ്ങനെ പുറത്തേക്ക് വരും. അതാണ് സംഭവം. ബാംബുവിൻ്റെ പേര് എനിക്ക് ഇപ്പോഴും കിട്ടിയില്ല. ഓക്കെ, അപ്പോൾ ബാംബു എന്ന് പറയുന്നത് നമ്മുടെ ഓർമ്മയില്ല, കിട്ടുന്നില്ല. ഓക്കെ, അപ്പം അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സീഡ് ഡോർമെൻസി കാണിക്കുന്നതാണ്. കാരണം അവരിൽ എന്തുണ്ട്, എബ്സിസിക് ആസിഡ് എന്ന് പറയുന്ന സാധനം ഉള്ളത് കൊണ്ടാണ് അവർ ഡോർമെൻസി കാണിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് ഡോർമെൻസി ആൻഡ് ജെർമിനേഷൻ ഇൻ സീഡ്സ്. എന്താണ് ഡോർമെൻസി ആൻഡ് ജെർമിനേഷൻ ഇൻ സീഡ്സ് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞു ഡോർമെൻസി കാണിക്കുന്ന ആരാ, എബ്സിസിക് ആസിഡാണെന്ന് പറഞ്ഞു. അപ്പോൾ എബ്സിസിക് ആസിഡ് കുറഞ്ഞാൽ മാത്രമേ ഒരു പ്ലാന്റ് ജെർമിനേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ആ പ്ലാന്റിൽ ഓക്സിജനും ഗിബറലിനും സൈറ്റോകൈനിനും വരെ ഉണ്ടാവണം. ഓക്കെ, എത്തിലിൻ ഇപ്പോൾ വേണ്ട, റൈപ്പൻ ചെയ്യാനാകുമ്പോൾ ഫ്രൂട്ടിൻ്റെ കേസിൽ മതി. അപ്പോൾ ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യണമെങ്കിൽ അവരിൽ ഏതൊക്കെ ഹോർമോൺ വേണം? ഓക്സിജൻ വേണം, ഗിബറലിൻ വേണം, പിന്നെ ഇത് വേണം, സൈറ്റോകൈനിൻ വേണം. ഓക്സിജൻ എന്ത് ചെയ്യും, സ്റ്റെമ്മിൻ്റെ ലെങ്ത്ത് കൂട്ടും, റൂട്ടിൻ്റെ ലെങ്ത്ത് കൂട്ടും. ഗിബറലിന് ലെങ്ത്ത് കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും, എക്സ്പാൻഷൻ നടത്തും. സൈറ്റോകൈനിൻ സെൽ ഡിവിഷൻ കൂട്ടി അവരെ നന്നായിട്ട് വളരാൻ വേണ്ടി സഹായിക്കും. അപ്പം ഇവർ മൂന്നും വേണം. എബ്സിസിക് ആസിഡ് കുറവായിട്ടേ വേണ്ടുള്ളൂ. ഓക്കെ, അപ്പോൾ സീഡ് ജെർമിനേഷൻ എന്ന് പറയുന്നത് ഒരു മെറ്റബോളിക് ആക്ടിവിറ്റിയാണ്. അതെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഗിവ് റൈസ് ടു എ ന്യൂ പ്ലാന്റ് ബൈ ദ ഡെവലപ്മെൻറ്റ് ഓഫ് എൻ എംബ്രിയോ. ഇത് കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് എംബ്രിയോ കാണാൻ പറ്റിയത്, ഇതൊരു എംബ്രിയോ ആണ്. അതിന് പ്യൂമിയോൾ റാഡിക്കിളൊക്കെ ഉണ്ടായി, റാഡിക്കിൾ റൂട്ടായി. ഓക്കെ, ഇനി പൊക്കത്തേക്ക് വരുന്ന ആളെ നമ്മൾ എപ്പിക്കോട്ടൈൽ, അത് സ്റ്റെമ്മായിട്ട് വരുന്ന ഭാഗത്തിനാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി സീഡിൻ്റെ സ്ഥലത്ത് നമുക്ക് ഹൈപ്പോക്കോട്ടൈൽ കാണാൻ പറ്റും. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ലീഫായിട്ട് വരുന്നത്. അപ്പോൾ മുകളിലേക്ക് വരുന്ന ഭാഗത്തിന് ഹൈപ്പോക്കോട്ടൈലിന്, എപ്പിക്കോട്ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ടിൻ്റെ ഭാഗത്തിനെയാണ് എപ്പിക്കോട്ടൈൽ എന്ന് പറയുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കണം. സെറ്റല്ലേ? ഇനി എന്താ ഈ ഫോട്ടോ പീരിയോഡിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോട്ടോ പീരിയോഡിസം എന്ന് പറഞ്ഞാൽ വേഗം ഓർമ്മ വരുന്നത് എന്താ ഞാൻ പറയാം. ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഓരോരോ ലൈറ്റിനനുസരിച്ചിട്ടായിരിക്കും ഓരോരോ ഫ്ലവറുകൾ ഉണ്ടായി വരുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ലൈറ്റ് കൂടുതൽ കിട്ടിയാൽ ഒരു ഫ്ലവർ കൂടുതലുണ്ടാവും, ലൈറ്റ് കുറവും മതി ചില ഫ്ലവേഴ്സ് ഉണ്ടാവാൻ. അതിനെയാണ് നമ്മൾ ഫോട്ടോ പീരിയോഡിസം എന്ന് പറയുന്നത്. ലൈറ്റ് കിട്ടുന്ന അളവിനെയാണ് ഫോട്ടോ പീരിയോഡിസം എന്ന് പറയുന്നത്. ഓക്കെ, അത് പറഞ്ഞാൽ അതിൻ്റെ റെസ്പോൺസ് ഡ്യൂ ടു ദ ലൈറ്റ് എക്സ്പോഷർ ഡ്യൂറേഷൻ. ഇപ്പം ഞാൻ പറയാം, ലോങ് ഡേ പ്ലാന്റ്സും ഉണ്ട്, ഷോർട്ട് ഡേ പ്ലാന്റ്സും ഉണ്ട് നമ്മുടെ കേസിൽ. ഓക്കെ, അതിപ്പോൾ പറയുന്നതിന് മുന്നേ ഒരു വഴി കിട്ടണം. കാരണം ഇത് കാണിച്ചു തരാം. ലോങ് ഡേ പ്ലാന്റ്സും ഉണ്ട്, ലോങ് ഡേയും ഉണ്ട്, ഷോർട്ട് ഡേയും ഉണ്ട് എന്ന് ആലോചിക്കുക കേട്ടോ. ലോങ് ഡേ പ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ലോങ് ആയിട്ട് ലൈറ്റ് കിട്ടണം. അത് പറഞ്ഞാൽ സൂര്യവെളിച്ചം വല്ലാതെ കിട്ടണം, ലോങ് ആയിട്ട് കിട്ടണം. അത് പറഞ്ഞാൽ അവർ ക്രിട്ടിക്കലായിട്ട് വളരാൻ അവർക്ക്
ഇത് 12 മണിക്കൂർ നമുക്ക് എന്ത് വേണം, ലൈറ്റ് കിട്ടിക്കൊണ്ടിരിക്കണം. അതാ ലൈറ്റ് കിട്ടുന്ന ഭാഗമാണ് 12 മണിക്കൂർ. ഇവർക്ക് 12 മണിക്കൂറിനേക്കാളും കുറച്ചും കൂടെ എമൗണ്ട് ഓഫ് ലൈറ്റ് കിട്ടിയാൽ മാത്രമേ ഇവരെന്ത് ചെയ്യുള്ളൂ, ഫ്ലവർ ഉണ്ടാക്കുകയുള്ളൂ. ഓക്കെ, അതിനെയാണ് നമ്മൾ ലോങ് ഡേ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഷോർട്ട് ഡേ പ്ലാന്റ്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇവർക്ക് 12 മണിക്കൂറിൽ 12ൽ കുറവ് ലൈറ്റ് മതി, ഇത്ര ലൈറ്റ് മതിയെങ്കിൽ അവർ ഷോർട്ട് ഡേ പ്ലാന്റ്സാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ പൂവിടും. ഓക്കെ, ഇതാണ് ലോങ് ഡേ ഷോർട്ട് ഡേ തമ്മിലുള്ള വ്യത്യാസം. ഇതിനെയാണ് നമ്മൾ ഫോട്ടോ പീരിയോഡിസം എന്ന് പറയുന്നത്. ഇനി ഇത് നോക്കിയാൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. ഫോട്ടോ പീരിയോഡിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് ദ റെസ്പോൺസ് ഇൻ ഗ്രോത്ത്, റിപ്രൊഡക്ഷൻ, അത് പറഞ്ഞാൽ ഫ്ലവറിങ് ആണ് മേജർലി നോക്കേണ്ടത്, ബേസ്ഡ് ഓൺ ദ ഡ്യൂറേഷൻ ഓഫ് ലൈറ്റ്. ഓക്കെ, അത് ഷോർട്ട് ഡേ ഉണ്ട്, ലോങ് ഡേ ഉണ്ട്. ഷോർട്ട് ഡേ പ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് വേണം, വെൻ എക്സ്പോസ്ഡ് എ ലൈറ്റ് പീരിയഡ് ഷോർട്ടർ ദാൻ ദ റിക്വയർഡ് ഡേ ലൈറ്റ്. ഒരു 12 മണിക്കൂറല്ലേ നമുക്ക് ഡേ ലൈറ്റ് ഉള്ളത്, 12 മണിക്കൂർ രാത്രി കാണും. അപ്പം ഈ 12 മണിക്കൂറിൻ്റെ കുറവ് മതി അവർക്ക് ലൈറ്റ്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഷോർട്ട് ഡേ പ്ലാന്റ്സ് എന്ത് ചെയ്യും, ഫ്ലവർ ചെയ്യും. ലോങ് ഡേ പ്ലാന്റ്സിൻ്റെ കേസ് ആകുമ്പോൾ അവർക്ക് 12 മണിക്കൂറിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ ലൈറ്റ് കിട്ടിയാൽ മാത്രമേ അവർ ഫ്ലവർ ചെയ്യുള്ളൂ. ദേ പ്രൊഡ്യൂസ് ഫ്ലവേഴ്സ് വെൻ എക്സ്പോസ്ഡ് ടു ദ ലൈറ്റ് പീരിയഡ് ലോങ്ങർ ദാൻ ദ ഫിക്സഡ് ഡേ ലെങ്ത്. അങ്ങനെ ആകുമ്പോഴാണ് അവർ ഫ്ലവർ ചെയ്യുന്നത്. ഇപ്പോൾ ഷോർട്ട് ഡേ പ്ലാന്റ്സിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്രൈസാന്തിനം, ഡോസ്മോസ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 പേര് എഴുതുക. അതേപോലെ തന്നെ ലോങ് ഡേ പ്ലാന്റ്സിൻ്റെ പേര് സ്പിനാച്ച്, റാഡിഷ്, അങ്ങനത്തെ ആൾക്കാരെയൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഡേ ന്യൂട്രൽ പ്ലാന്റ്സ്. ഡേ ന്യൂട്രൽ പ്ലാന്റ്സ് എന്നാൽ എത്ര വെളിച്ചം, മീൻസ് ലൈറ്റിൻ്റെ അളവ് അവർക്കൊരു പ്രശ്നമല്ല, എത്ര കിട്ടിയാലും അവർ ഫ്ലവർ ചെയ്തോളും. ലൈക്ക് അവർ ഫ്ലവർ ചെയ്ത് സംഭവം സെറ്റ് ആയിക്കോളും. അതിനുള്ള എക്സാമ്പിൾ അതുണ്ടോ, ദ പ്ലാന്റ് ഫ്ലവറിങ് ഇസ് നോട്ട് എഫക്റ്റഡ് ബൈ ദ ലെങ്ത് ഓഫ് ദ ഡേ. അപ്പം അവരുടെ എക്സാമ്പിളാണ് ടൊമാറ്റോ സൺഫ്ലവർ എന്നൊക്കെ പറയുന്ന ആൾക്കാർ. ഓക്കെ, ഇനി വരുന്നതാണ് ഫ്ലോറിജൻ. എന്താണ് ഈ ഫ്ലോറിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്ലോറിജനെ പറ്റി എന്തൊക്കെ അറിയാം? ഫ്ലോറിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലവർ ചെയ്യണം ഒരു പ്ലാന്റ്. ഇതൊരു പ്ലാന്റാണെന്ന് വിചാരിച്ചോ, ഇതൊരു പ്ലാന്റ് ആണെങ്കിൽ ഈ പ്ലാന്റ് ഫ്ലവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫ്ലവർ വന്നു, ഞാൻ ഫ്ലവർ വേറെ കളർ കൊടുത്താലാണ് മനസ്സിലാവുക. ഓക്കെ, ഇതൊരു ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റാണെന്ന് വെച്ചോ. ഈ ഫ്ലവർ ഈ പ്ലാന്റിൽ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ, ഈ ഫ്ലവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പ്ലാന്റിനകത്തൊരു ഹോർമോൺ വേണം. ആ ഹോർമോണിൻ്റെ പേരാണ് എന്ത്, ഫ്ലോറിജൻ എന്നാണ് അവരുടെ പേര്. ഓക്കെ, ഫ്ലോറിജൻ എന്ന് പറയുന്ന ഈ ഒരു എൻസൈം അത് ഉണ്ടെങ്കിൽ മാത്രമേ അവർ ഫ്ലവർ ചെയ്യുള്ളൂ. അപ്പോൾ ഫ്ലോറിജൻ എന്ന് പറയുന്ന ആളുണ്ടോ അവരെന്ത് ചെയ്യും, ഫ്ലവർ ചെയ്യും. അപ്പോൾ പ്ലാന്റിൽ ഫ്ലവർ ഇനീഷ്യേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരാൾ, ഫ്ലവറിങ് സ്റ്റിമുലസ് ആണ് ഫ്ലോറിജൻ എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ, ഇല്ലല്ലോ. അപ്പം ഈ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ അത് ലീഫിലാണ് ശരിക്കും എന്തുണ്ടാവുക, ഫ്ലോറിജൻ ഉണ്ടാവുക. ഈ ഫ്ലോറിജൻ എന്ത് ചെയ്യും, നേരെ ലീഫ് മീൻസ് അവർ മെച്യൂർ ആവുന്ന സമയത്ത് ഈ ഫ്ലോറിജൻ എഫ്റ്റിലോക്കസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളുണ്ട്. ഈ ഫ്ലോറിജൻ എന്ത് ചെയ്യും, നേരെ നമ്മളുടെ ടിപ്പിലേക്ക് പോയി മൈഗ്രേറ്റ് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യും, ഷൂട്ടുമ്മലാണ് ഫ്ലവർ ഉണ്ടാക്കുക. എപ്പോഴും ടിപ്പിലെ ഫ്ലവർ ഉണ്ടാവാറുള്ളൂ, കണ്ടിട്ടില്ലേ? അതുകൊണ്ട് അതിന് കാരണം എന്താ വെച്ചാൽ ഫ്ലോറിജൻ എന്ത് ചെയ്യും, അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് എപ്പെക്സിലെത്തിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഫ്ലവർ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തതാണ് വെർണലൈസേഷൻ. എന്താ വെർണലൈസേഷൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചെറിയ ചെടികൾ പെട്ടെന്ന് ഫ്ലവർ ചെയ്യുന്നത്. ഏതെങ്കിലും കാലത്ത് നമ്മൾ ഈ ഫ്ലവർ ഷോ ഒക്കെ കാണാൻ പോകില്ലേ? ഫ്ലവർ ഷോ കണ്ടിട്ടില്ല? ഫ്ലവർ ഷോ. ഓക്കെ, ഈ ഫ്ലവർ ഷോ കാണാൻ പോകുന്ന സമയത്ത് ഒരു കുഞ്ഞി പ്ലാന്റ് ഉണ്ടോ, ആ കുഞ്ഞി പ്ലാന്റ് വരെ ഫ്ലവർ ചെയ്ത് പൂത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അതിന് കാരണം എന്താ, അവർ ഈ വെർണലൈസേഷൻ ടെക്നിക്ക് ചെയ്യും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർണലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇവരൊരു ലോ ടെമ്പറേച്ചർ കൊടുക്കും. ലോ ടെമ്പറേച്ചർ ആ പ്ലാന്റിൻ്റെ മുകളിൽ ആക്ട് ചെയ്ത് കഴിയുമ്പോൾ ലോ ടെമ്പറേച്ചർ കൊടുക്കുന്ന സമയത്ത് അവിടെ ഒരു ഫ്ലോറിജനെ ഉണ്ടാക്കുന്ന ഒരു എൻസൈം ഉണ്ട്. നോർമലി ചെറിയ പ്ലാന്റിലൊന്നും ഫ്ലോറിജൻ വെക്കത്തില്ല, കാരണം അവർ മെച്യൂർ ആകുമ്പോഴേ ഫ്ലവർ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ഫ്ലോറിജനെ ബ്ലോക്ക് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും നോർമലി. അപ്പം ഇവരെന്ത് ചെയ്യും, വെർണലൈസേഷൻ ടെക്നിക്ക് വഴിയായിട്ട് നല്ലോണം തണുപ്പ് കൊടുക്കും. തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസ് കൊടുക്കും, ഓർ കോൾഡ് ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ ഈ ഒരു ഫ്ലോറിജൻ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരാൾ അവിടെ ഉണ്ടാവും. അയാളെ പോയിട്ട് വേറെ ഈ കോൾഡ് ടെമ്പറേച്ചർ ഇൻഹിബിറ്റ് ചെയ്യും. അപ്പോൾ അത് നമ്മൾ ഫ്ലോറിജൻ ഫ്രീ ആയില്ലേ. ഫ്ലോറിജൻ ഫ്രീ ആയാൽ എന്താ സംഭവിക്കുക, നമുക്ക് ഫ്ലവറിങ് നടക്കും. ഈ ഒരു പരിപാടി ടെക്നിക്കിനെയാണ് നമ്മൾ വെർണലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ എഴുതണം, ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് ഇൻഡ്യൂസിങ് ഫ്ലവർ ബൈ സബ്ജക്റ്റിംഗ് ഓർ എക്സ്പോസിങ് ഇൻ ടു ലോ ടെമ്പറേച്ചർ. അപ്പോൾ ലോ ടെമ്പറേച്ചറിൽ കൊടുത്തിട്ട് ഫ്ലവർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് വെർണലൈസേഷൻ എന്ന് പറയും. ഓക്കെ അല്ലേ? ഇനി വേറൊരാളും കൂടിയുണ്ട്, സെനസെൻസ്. എന്താ സെനസെൻസ് എന്ന് പറഞ്ഞാൽ എവിടെയും കേട്ടിട്ടുണ്ടോ സെനസെൻസ്? സെനസെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയസ്സായി മരിക്കുന്നു. ലൈക്ക് പ്ലാന്റൊക്കെ കുറച്ച് കഴിയുമ്പോൾ അവരുടെ ഫങ്ഷനിങ് ഒക്കെ നിന്ന് അവരുടെ പാർട്സൊക്കെ ഇങ്ങനെ അവരുടെ പാർട്സൊക്കെ ലോസായി പോകും.
അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എസ് കർവിൽ ഇങ്ങനത്തെ ആ കർവിൽ നമ്മൾ പറഞ്ഞില്ലേ അവസാനം ഡെത്തിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പോഴേക്കും അവരുടെ എന്ത് നടക്കും, സെനസെൻസ് നടന്നിട്ടുണ്ടാകും. സെനസെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, അവരുടെ എന്താ പറയുക ആക്ടിവിറ്റി ഒക്കെ കുറഞ്ഞ് അവർ ഭയങ്കര സ്ലോവർ ആയിട്ടുണ്ടാകും. അതാണ് എന്ത് സെനസെൻസ് എന്ന് പറയുന്നത്. ഇനി പ്ലാന്റ് മൂവ്മെൻറ്റ്, ലാസ്റ്റ് ആൻഡ് ഫൈനലാണ് പ്ലാന്റ് മൂവ്മെൻറ്റ്. എന്താണ് പ്ലാന്റ് മൂവ്മെൻറ്റ്? പ്ലാന്റ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് കുറച്ച് മൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. മീൻസ് ഒരു സൈഡിൽ നിന്ന് വേറെ സൈഡിലേക്ക് മൂവ് ചെയ്യുന്നില്ല, പക്ഷെ അവരെന്ത് ചെയ്യും, ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നില്ല, ഒരു സൈഡിൽ നിന്ന് വേറെ സൈഡിലേക്കൊക്കെ അവർക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതിനെയാണ് പ്ലാന്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് 4 കൈൻഡ് ഓഫ് മൂവ്മെൻറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. ഇത് ഞാൻ പറഞ്ഞുതരാം. എന്നെ വയ്ക്കുന്നതുകൊണ്ട് ഇവിടെ കാണുന്നില്ല അല്ലേ, ഇതുവരെ ഞാൻ പറഞ്ഞുതരാം. ഫോട്ടോട്രോപ്പിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഫോട്ടോട്രോപ്പിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിനെ ബേസ് ചെയ്തിട്ട് മൂവ് ചെയ്യുന്നത് തന്നെയാണ് ഫോട്ടോട്രോപ്പിസം. നമ്മൾ പറഞ്ഞില്ലേ ഇവിടെയൊക്കെ ഓക്സിജൻ ഉണ്ട്, ഈ ഓക്സിജൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് കിട്ടുന്നതിനനുസരിച്ച് ലൈറ്റിൻ്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്യും. ഇൻഡ്യൂസ്ഡ് ബൈ ലൈറ്റാണ്. അപ്പോൾ ലൈറ്റിനനുസരിച്ചേക്ക് സ്റ്റെമ്മ് ബെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഫോട്ടോട്രോപ്പിസം എന്ന് പറയും. ഓക്കെ. ജിയോട്രോപ്പിസം എന്താ? ഗ്രാവിറ്റീനെ ബേസ് ചെയ്തിട്ട് നമ്മളുടെ റൂട്ട് ബെൻഡ് ചെയ്യുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചട്ടി എടുത്തു കഴിഞ്ഞാൽ ചട്ടിയിൽ എപ്പോഴും താഴേക്കല്ലേ റൂട്ട് വളരുക? എപ്പോഴെങ്കിലും നിങ്ങൾ മുകളിലേക്ക് റൂട്ട് ഇങ്ങനെ വളരുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഗ്രാവിറ്റീനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് റൂട്ട് ഉണ്ടാവുക. അപ്പോൾ റൂട്ട് എന്ന് പറയുന്നത് പോസിറ്റീവ് ജിയോട്രോപ്പിക് ആണ്. പറയുന്നതിൽ തെറ്റുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ. പോസിറ്റീവ് ജിയോട്രോപ്പിക് എന്ന് പറഞ്ഞാൽ അത് റൂട്ടായിരിക്കും. ഓക്കെ. അപ്പോൾ റൂട്ട് എപ്പോഴും എന്താ ഗ്രാവിറ്റീനെ ബേസ് ചെയ്തിട്ടേ പോകത്തുള്ളൂ. ഇനി അടുത്തതാണ് തിഗ്മോട്രോപ്പിസം. തിഗ്മോട്രോപ്പിസം എന്താ? നിങ്ങൾ ഈ ക്ലൈംബേഴ്സ് ഒക്കെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ പടർന്ന് പോകുന്ന ചെടികൾ, ഇലകളൊക്കെ ഇങ്ങനെ ഒരു വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല അവർക്ക്. അപ്പം നമ്മളിവിടെ ഒരു സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ വളരും. അവർ സപ്പോർട്ട് കിട്ടിയാൽ ആ സപ്പോർട്ടിൽ കൂടെ ഇങ്ങനെ പിടിച്ച് അവരെന്ത് ചെയ്യും, ഇങ്ങനെ കയറും. ഈ വള്ളി കമ്പിയിലൊക്കെ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുക്കുംബർ വേണം, കുക്കുംബർ, ഗ്രേപ്സ്, ഇതെല്ലാം എന്താണ്, ഒരു ടച്ച് കിട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് വളരും. അപ്പം അവർക്ക് ആ ടച്ച് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സെൻസേഷൻ. ആ സെൻസേഷൻ കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യും, ടച്ച് ബേസ് ചെയ്തിട്ട് അവർ മൂവ് ചെയ്യുകയാണ് ചെയ്യുക. അതിനാണ് തിഗ്മോട്രോപ്പിസം എന്ന് പറയുന്നത്. ഓക്കെ. ബേസ്ഡ് ഓൺ ടച്ചാണ്. ടച്ച് കിട്ടുമ്പോൾ അവർക്ക് എന്തെങ്കിലും കുറച്ച് സ്ട്രെങ്ത് കിട്ടി അവൾ വരും. ഇനി അടുത്തതാണ് ഈ ലാസ്റ്റത്തെ വണ്ണ് വാട്ടറിനെ ബേസ് ചെയ്തിട്ട് ഹൈഡ്രോട്രോപ്പിസം. അത് കാണുന്നുണ്ടാവില്ല നിങ്ങൾക്ക്, ഹൈഡ്രോട്രോപ്പിസം. ഓക്കെ. ഹൈഡ്രോട്രോപ്പിസം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇൻഡ്യൂസ്ഡ് ബൈ വാട്ടറാണ്. വാട്ടർ ബേസ് ചെയ്തിട്ട് ഇൻഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ ഹൈഡ്രോട്രോപ്പിസം എന്ന് പറയുക. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇവിടെ ഒരു റൂട്ട് വളരുന്നുണ്ട്. ഇതിൻ്റെ അടുത്ത് നമ്മൾ വെള്ളം കൊണ്ടേ വെച്ച് വിചാരിച്ചു, ഈ റൂട്ട് കുറച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് വളരുന്നതാണ്. ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് ഗ്രോ ത്രൂ വേർഡ്സ് വാട്ടർ. റൂട്ട് എപ്പോഴും വാട്ടറിനോട് അട്രാക്റ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഹൈഡ്രോട്രോപ്പിസം എന്ന് പറയുന്നത്. ഈ 4 എണ്ണത്തിനെ നമ്മൾ എന്ത് പേരെ വിളിക്കുക? ട്രോഫിക് മൂവ്മെൻറ്റ് എന്നാട്ടോ വിളിക്കുക. എപ്പോഴും ഓർത്ത് വെക്കണം, ട്രോഫിക് മൂവ്മെൻറ്റ്. ഓക്കെ. ഇനി ഒരു ടൈപ്പ് ഓഫ് നാസ്റ്റിക് മൂവ്മെൻറ്റ് ഉണ്ട്. ഇതിനെയാണ് നാസ്റ്റിക് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല, ഇതാ നാസ്റ്റിക്കിനെ ഞാൻ കാണിച്ചു തരാം. ഇതാ നാസ്റ്റിക് മൂവ്മെൻറ്റ്. നാസ്റ്റിക് മൂവ്മെൻറ്റ് എന്താണെന്നറിയോ? എന്താണ് നാസ്റ്റിക് മൂവ്മെൻറ്റ്? നാസ്റ്റിക് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ടച്ച് മീ നോട്ട് ഇല്ലേ, ടച്ച് മീ നോട്ട് ആരാ? മൈമോസ പുഡിക്ക എന്നൊരു പുതിയ പേര് പറഞ്ഞില്ലേ, മൈമോസ പുഡിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടച്ച് മീ നോട്ട്. നമ്മൾ തൊട്ടാവാടി ഇല്ലേ, ഇങ്ങനെയുള്ള തൊട്ടാവാടി, ഈ തൊട്ടാവാടീനെ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേഗം കൈ കൂക്കുന്നില്ലേ? അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊരു എക്സ്റ്റേണൽ സ്റ്റിമുലസ് കിട്ടിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, വേഗം കൈ കൂക്കും. അതെന്ന് പറഞ്ഞാൽ ഒരു പ്രിഡേറ്റർ പ്രേ മെക്കാനിസമാണ്. ഈ കവ് ഗ്രേസ് ചെയ്യുന്ന സമയത്ത് ഈ ഇല തിന്നാതെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവർ ഉണങ്ങിപ്പോവും. ഉണങ്ങിയ ഇലകൾ ആരും തിന്നത്തില്ലല്ലോ. അപ്പം ആ ഒരു പരിപാടിയാണ് നാസ്റ്റിക് മൂവ്മെൻറ്റ്. ടച്ച് മീ നോട്ടാണ് കാണിക്കുക. അതൊന്നും ഓർത്ത് വെക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സെറ്റല്ലേ ഈ ചാപ്റ്റർ? ഇതാ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ പ്ലാന്റ്സ് ആണ്. എങ്ങനെയാണ് ഗ്രോത്ത് നടക്കുന്നത്, മോർഫോജെനിസിസ്, ഡിഫറൻസിയേഷൻ, പിന്നെ സെൽ ഡിവിഷൻ, സെൽ എൻലാർജ്മെൻറ്റ്, സെൽ ഡിഫറൻസിയേഷൻ നോക്കണം. ഗ്രോത്ത് കർവ്, എസ് കർവ് ഉള്ളതാണ് നോക്കണം. ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് അതിനെ എഫക്റ്റ് ചെയ്യുന്നത് നോക്കണം. പിന്നെ ഡോർമൻസി ഏതാന്ന് നോക്കുക. പിന്നെ ഹോർമോൺസിൻ്റെ പേര് നമുക്ക് പഠിക്കാനില്ലേ, ഓക്സിജൻ, ഗിബർലിൻ, സൈറ്റോകൈനിനൊക്കെ. പിന്നെ ലൈറ്റ് ബേസ് ചെയ്തിട്ടുണ്ടാകുന്ന ഷോർട്ട് ഡേ പ്ലാന്റ്സ്, ലോങ് ഡേ പ്ലാന്റ്സിൻ്റെ പരിപാടി. പിന്നെ ഫ്ലോറജൻ, ഫ്ലവർ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഫ്ലോറജൻ വെച്ചിട്ടാണ് ഉണ്ടാവുക, വെർണലൈസേഷൻ ടെക്നിക്ക്, പിന്നെ പ്ലാന്റ് മൂവ്മെൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിലുള്ളത്. സെറ്റല്ലേ? ഓക്കെ, താങ്ക് യു.